സോ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത് എവിടം വരെയായിരുന്നു, വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഞാൻ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് പറഞ്ഞു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിക്കാം. നമ്മുടെ ലൈവ് ആയിട്ടുള്ള ഡിസ്കഷൻ വരുന്നുണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ആഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ AI ടൂൾസ്, ChatGPTയുടെ കേസൊക്കെയാണ്. അത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇപ്പം ഇനിഷ്യലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് SEO ആണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് പോകാം. ഓക്കെ, സോ ഞാനൊരു പുതിയ ടാബ് എടുത്തിട്ട് ഞാനിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് തന്നെ തുടങ്ങാം. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് വരുന്നതെന്നുള്ളത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ ഒന്നുകൂടെ നമുക്ക് കാണാമല്ലോ. ഓക്കെ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്തു. ഓക്കെ, എനിക്കിപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്ന ഓൾമോസ്റ്റ് 32 കോടിയാണെന്ന് തോന്നുന്നു. യൂണിറ്റ് ടേൺസ് 100,000, 10,000, lakh, 10 lakh crore, 10 crore, 300 കോടി. ഓക്കെ, 300 കോടി റിസൾട്ടിൽ നിന്നും നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, നമ്മൾ റെക്കോർഡഡ് സെഷൻ ആണല്ലോ, അതുകൊണ്ടാണ്, ഇൻട്രാക്റ്റീവ് അല്ല. ഇൻട്രാക്റ്റീവ് സെഷനിൽ നിങ്ങൾ ഈ ഡൗട്ട് ചോദിക്കണം. സോ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മെയിൽചിമ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റിൻ്റെ ലിങ്കാണ് നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. 300 കോടി റിസൾട്ടിൽ നിന്നും ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന റിസൾട്ട് മെയിൽചിമ്പിൻ്റെയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, മെയിൽചിമ്പിൻ്റെ സൈറ്റ് ഈ പറയുന്ന പർട്ടിക്കുലർ കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യുന്ന, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ടേമിന് പറയുന്ന പേരാണ് കീവേഡ്. ഓക്കെ, നമ്മൾ എന്താണോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷൂസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും, ബൈ ഷൂസ് ഓൺലൈൻ എന്നായിരിക്കുമല്ലോ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. സോ അങ്ങനെയും ആ സെർച്ച് ചെയ്യുന്ന ടേമിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോറി, കീവേഡ്, മാറിപ്പോയി. ഓക്കെ, നമ്മൾ എന്താണോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ടേമിന് പറയുന്ന പേരാണ് കീവേഡ്. ഓക്കെ, നമ്മൾ ഗൂഗിളിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ് കീവേഡ്. നമുക്ക് എന്താണോ റിസൾട്ട് വേണ്ടത് അതിന് വേണ്ടി നമ്മൾ ഗൂഗിളിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ടിനെ പറയുന്ന പേരാണ് കീവേഡ്. ഓക്കെ, ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന കീവേഡ് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന കീവേഡ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് 322 കോടി റിസൾട്ടാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരുപാട് സൈറ്റിൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മളൊരു കീവേഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഗൂഗിളിൻ്റെ എടുത്തു നമുക്കൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ഈ ഒരു പറയുന്ന പേജിന് പറയുന്ന പേരാണ് SERP, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. SERP, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗൂഗിളിൽ നമ്മളൊരു കീവേഡ് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഗൂഗിൾ തരുന്ന ആ ഒരു പർട്ടിക്കുലർ പേജിന് പറയുന്ന പേര് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ്. മനസ്സിലായോ? കുറച്ചുകൂടെ ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി സ്പെസിഫിക് ആയിട്ടൊരു കീവേഡ് കൊടുക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ ബാംഗ്ലൂർ എന്നോ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. ദുബായ് ആയിക്കോട്ടെ, ദുബായ് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ദുബായ് കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് എന്താണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ ദുബായ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് റിസൾട്ട് കിട്ടി. സോ നമ്മുടെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൻ്റെ അകത്ത് എന്തൊക്കെ ഡേറ്റാസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യമേ വന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ആഡ്സ് ആയിരിക്കും. നിങ്ങൾ കണ്ടോ, സ്പോൺസേഡ് എന്ന് എഴുതിയിട്ടുണ്ട്.
ആഡ്സ് ആയിരിക്കും വരുന്നത്. സോ SERP എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്നാണ് പറയുന്നത്. നമ്മളൊരു കീവേഡ് ഗൂഗിളിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് നമ്മളെ കാണിച്ചു തരുന്ന ആ ഒരു പേജിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. മനസ്സിലാവുന്നുണ്ടോ? സോ അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്? ഇനിഷ്യലി ആദ്യത്തെ ഒരു റോ എന്ന് പറയുന്നത് ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ്സ് ആണ് നമുക്ക് ആദ്യമേ വന്നിരിക്കുന്ന ഒരു 4 എണ്ണം. ഓക്കെ, അത് എണ്ണമൊന്നും നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 5 എണ്ണം കാണാവുന്ന ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ ആ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൻ്റെ ആദ്യത്തെ ആ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്പോൺസേഡ് ആഡ് ആയിരിക്കും എപ്പോഴും. മീൻസ് എപ്പോഴും വേണമെന്നില്ല, ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കീവേഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു കീവേഡിന് ആരും ആഡ് റൺ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് കാണത്തില്ല. മീൻസ് ഞാൻ ആഡിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഞാൻ പറയുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ കീവേഡിന് ആൾക്കാർ ആഡ് റൺ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ആഡ് റൺ ചെയ്യുന്നുണ്ട്. ഇതിന് ഗൂഗിൾ സെർച്ച് ആഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സെർച്ച് ആഡ്സ് റൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കീവേഡിന്. അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ആഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. സോ SERP പേജിൽ നമുക്ക് ഇനിഷ്യലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പറയൂ, എന്താണ്? സ്പോൺസേഡ് ആഡ് ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു ലൊക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കിനി വരാൻ പോകുന്നത് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിലെ ലിസ്റ്റിംഗ് ആയിരിക്കും നമുക്കിനി സെക്കൻഡ് ഫേസിൽ കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ഫേസിൽ നമ്മൾ സ്പോൺസേഡ് ആഡ് കണ്ടു. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വരുന്നത് എന്തായിരിക്കും? ഗൂഗിൾ മൈ ബിസിനസ് പേജ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പിൽ നമ്മൾ നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ ആയിരിക്കും നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ദുബായിലുള്ള ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഗൂഗിൾ മൈ ബിസിനസ് പേജിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സൈറ്റ്സ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളുടെ സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ കാണുന്ന എന്താണ്? മാപ്പിലെ ലിസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ ബിസിനസ്സിന്റെ മാപ്പിലെ ലിസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് കണ്ടു? സ്പോൺസേഡ് ആഡ് കണ്ടു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് കണ്ടു? സെക്കൻഡ് കാറ്റഗറി ആയിട്ട് മീൻസ് ആ ഒരു SERP പേജിന്റെ സെക്കൻഡ് ഇതിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഗൂഗിൾ മൈ ബിസിനസ് ആണ്. മാപ്പിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റാസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, തേർഡ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ തേർഡ് ഫേസിലാണ് നമ്മൾ ഈ ഓർഗാനിക് റിസൾട്ട് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആഡ്സ് അല്ല, ഗൂഗിൾ മൈ ബിസിനസ് ലിസ്റ്റിംഗ് അല്ല, വെബ്സൈറ്റിൻ്റെ ഡേറ്റാസ് ആണ് നമ്മൾ കാണുന്നത്. സോ ഈ ഒരു റിസൾട്ട്, ഈ ഒരു ഏരിയയിൽ നമ്മുടെ റിസൾട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, SERP പേജിൻ്റെ അകത്ത് ഇനിഷ്യലി വരുന്നത് സ്പോൺസേഡ് ആഡ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഗൂഗിൾ മൈ ബിസിനസ് ആണ്, മാപ്പ് ലിസ്റ്റിംഗ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ഓർഗാനിക് റിസൾട്ട്. സ്പോൺസേഡ് ആഡ് ഒന്നുമല്ല, മീൻസ് കാശ് മുടക്കി നമുക്ക് ഈ റിസൾട്ട് കാണിക്കുന്നതല്ല. കറക്റ്റായിട്ട് SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്തത് കാരണം ഇവിടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായോ? സോ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സോ സൗരവ് ജെയിൻ്റെ സൈറ്റാണ് ഇപ്പം ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കമ്പനി ദുബായ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിൽ ഫസ്റ്റ് കിടക്കുന്നത്. അത് ബ്ലോഗാണ്, സൈറ്റ് ഒരു കമ്പനി അല്ലത്. ഓക്കെ, സോ ഫസ്റ്റ് വന്നിരിക്കുന്ന ഇതാണ്. ഒരു കമ്പനി ബേസിൽ എനിക്ക് തോന്നുന്നു ഇതാണ്. ഓക്കെ, ഡിജിറ്റൽ നെക്സ എന്ന് പറയുന്ന സൈറ്റാണ്, മീൻസ് കമ്പനി സൈറ്റാണ് വന്നിരിക്കുന്നത്. സോ അതിന് മുമ്പ് കിടക്കുന്ന ഒരു ബ്ലോഗാണ്. ഓക്കെ, ഓർഗാനിക് റിസൾട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ SERP പേജിൽ എന്തൊക്കെ വരും? സ്പോൺസേഡ് ആഡ് വരും. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഗൂഗിൾ മൈ ബിസിനസിൻ്റെ ഒരു മാപ്പ് ലിസ്റ്റിംഗ് കാണും. അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും ഓർഗാനിക് റിസൾട്ട് വരുന്നത്. ഈ ഓർഗാനിക് റിസൾട്ടിൻ്റെ കൂടെ തന്നെ നമുക്ക് പീപ്പിൾ ഓൾസോ ആസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടെ കാണും. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു സെക്ഷനും കൂടെ ഇവിടെ കാണും. FAQs എന്ന് പറയും, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അത് തന്നെ പീപ്പിൾ ഓൾസോ ആസ്ക്, അങ്ങനെ ഒരു സെക്ഷൻ കൂടെ കാണും. സോ നമ്മുടെ SERP പേജിൽ നമുക്ക് എന്തൊക്കെ വരാം? പറയും നിങ്ങൾ പറയും. സ്പോൺസേഡ് ആയിട്ടുള്ള ആഡ്സിൻ്റെ ഒരു സെഗ്മെന്റ് ഉണ്ട്. സെക്കൻഡ് വരുന്നത് ഗൂഗിൾ മൈ ബിസിനസ് സെക്ഷനാണ്. തേർഡ് വരുന്നതാണ് SEO സെക്ഷൻ എന്ന് പറയുന്നത്. ഓർഗാനിക് ആയിട്ട് നമ്മൾ SEO ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ലിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ലോങ് ടൈം പ്രോസസ്സാണ്. ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് വരുന്നൊരു പ്രോസസ്സ് അല്ല. സ്പോൺസേഡ് ആഡ് പക്ഷേ ഇന്ന് ചെയ്താൽ നമുക്ക് നാളെ റിസൾട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് മുടക്കി ചെയ്യുന്നതാണ്. SEO എന്ന് പറയുന്നത് നമ്മൾ വളരെ ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നതാണ്. വെബ്സൈറ്റിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ആങ്കർ ടെക്സ്റ്റ്, വോൾട്ട് ഇമേജ്, ടെക്സ്റ്റ് ടു HTML റേഷ്യോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അനലിറ്റിക്സ് ഇൻ്റഗ്രേഷൻ, ഗൂഗിൾ സെർച്ച് കൺസോൾ ഇൻ്റഗ്രേഷൻ, ടാഗ് മാനേജർ, റിച്ച് സ്നിപ്പറ്റ് ഇൻ്റഗ്രേഷൻ, ഒരുപാട് കാര്യങ്ങൾ
കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ സംസാരിക്കും. ബട്ട് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന ഓർഗാനിക് സെക്ഷനിൽ നമ്മുടെ സൈറ്റ് വിസിബിൾ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. സോ SERP എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ്, ഒരു SERP പേജിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. എങ്ങനെയൊക്കെയാണ് റിസൾട്ട് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ ഇതാ. പിന്നെ നമ്മുടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഓർഗാനിക് റിസൾട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള കീവേഡിൻ്റെ ഒരു ലിസ്റ്റും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? FAQs എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ്, ഓക്കെ, അല്ലെങ്കിൽ ഹൗ മച്ച്, അല്ലെ വിച്ച് ഈസ് ദ, അതെല്ലാം ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ വന്നിരിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്ന കീവേഡ്സ് ആണ്. ടോപ്പ് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻ ദുബായ്, ബെസ്റ്റ് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ UAE, അങ്ങനെയുള്ള കീവേഡ്സ് ഗൂഗിളിൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ഓരോ പേജിലും തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. മനസ്സിലായോ? സോ ഇതാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ മീൻസ് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു ഓർഗാനിക് സെക്ഷനിൽ നമ്മുടെ സൈറ്റിനെ കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് നമ്മൾ SEO എന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്ത്, സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ്. മെയിനായിട്ട് നമ്മൾ യാഹു ഉണ്ട്, ബിങ് ഉണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് 75% ബിസിനസ് നടക്കുന്നത് ഗൂഗിളിലാണ് ഇപ്പോൾ. മനസ്സിലായോ? സോ നമ്മളുടെ ബിസിനസ് നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ഗൂഗിളിൽ തന്നെയാണ് മെയിൻ ഫോക്കസ്. സോ ഗൂഗിളിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മളുടെ SERP പേജിൽ നമ്മൾ റിസൾട്ട് കാണിക്കണം. ആ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. മനസ്സിലായോ? വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ. സോ ഞാൻ ഒരുപാട് ലെങ്തി ആകുന്നില്ല, കാരണം നമ്മൾ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മടുപ്പ് ഫീൽ ചെയ്യും. എൻ്റെ മുഖം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുഖമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മീൻസ് എനിക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറയാൻ നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കലിലോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് SEOയ്ക്കകത്ത് ചെയ്യേണ്ട, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. മനസ്സിലായോ? ആ വീഡിയോയ്ക്കകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ SEOയെ പറ്റിയിട്ട്, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ലൈവ് സെഷനിൽ ചോദിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഞാൻ ഓരോന്നിനും നമ്മൾ റിപ്ലൈ ആയിട്ട്, വോയിസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിപ്ലൈ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിലും വാട്സാപ്പ് ചെയ്യാം. നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ റിപ്ലൈ തരാം ടൈം കിട്ടുന്നതിനനുസരിച്ച്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 1000+ സ്റ്റുഡൻസ് ഉണ്ട് ഈ ഒരു ബാച്ചിൽ. 4 ബാച്ചായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഓരോ റിപ്ലൈക്കും ഓരോ മെസ്സേജിനും ഞാൻ റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, താങ്ക് യു.